നമസ്കാരം. വയനാട് ദുരന്തത്തിന്റെ പേരിൽ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ടുന്ന സഹായം ഇനി കിട്ടിയേക്കില്ല. കാരണം നമ്മുടെ കേരള സർക്കാർ തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ്, ദുരിതബാധിത പ്രദേശത്ത് പലതരത്തിലുള്ള സഹായത്തോടെ സാധ്യമാക്കിയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഒക്കെ പേരിൽ ഇല്ലാത്ത കണക്ക് പറഞ്ഞ് സംസ്ഥാന സർക്കാർ കോടികളുടെ ചിലവുണ്ടായി എന്ന് അവകാശപ്പെട്ടത്. അതിന്റെ പേരിൽ സർക്കാർ കണക്ക് പുറത്തുവിടുകയും ചെയ്തിരുന്നു. ആ കണക്ക് പുറത്തു വന്നപ്പോൾ മലയാളികൾ ഒന്നടങ്കം ഞെട്ടിയതാണ്. കാരണം 589ഓളം മനുഷ്യരുടെ ശവസംസ്കാരം നടത്തിയത്, കുഴി വെട്ടുന്നവർ തൊട്ട് JCBയും സ്ഥലവും ഒക്കെ ഓരോരുത്തർ സേവനം എന്ന രീതിയിൽ നൽകിയതാണ് എന്നതൊക്കെ നമുക്കൊക്കെ അറിയാം. അങ്ങനെ ജനങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങളിലാണ് ഒരാളുടെ മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവായി എന്ന് പറഞ്ഞുകൊണ്ട് ദുരന്തം പണമാക്കി മാറ്റാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്ന കണക്ക് പുറത്തുവിട്ടത്. ദുരന്തം കൊണ്ടുപോയ മനുഷ്യനെ പോലും സർക്കാർ വെറുതെ വിടാതെ പണം മുക്കാനുള്ള മാർഗമായി മാറ്റി എന്നത് ഇതിലൂടെ ജനങ്ങൾക്ക് വ്യക്തം. ഇത്തരത്തിൽ സർക്കാരിന് ചെലവായെന്ന് അവകാശപ്പെടുന്ന കോടിക്കണക്കിന് രൂപയുടെ ചിലവ് വിവരങ്ങളായിരുന്നു സർക്കാർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. കേന്ദ്ര സഹായത്തിന് വേണ്ടി കോടതിയിലാണ് ഇത്തരത്തിലുള്ള കണക്ക് സർക്കാർ സമർപ്പിച്ചത്. എന്നാൽ വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി കേന്ദ്രത്തിന് മെമ്മോറാണ്ടം നൽകുന്ന രീതി തന്നെ തെറ്റിച്ചുകൊണ്ടാണ് അത് നൽകിയതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതുപ്രകാരം ഒരു കാര്യം വ്യക്തമാണ്, അതായത് വയനാട് ദുരന്ത മേഖലയിലേക്ക് കേന്ദ്രത്തിൽ നിന്ന് അർഹമായ തുക ലഭ്യമാകാൻ സാധ്യതയില്ല എന്ന്. കേന്ദ്രത്തിൽ നിന്ന് എന്ത് സഹായം ലഭ്യമാകണമെങ്കിലും കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ കണക്ക് വിവരങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് ബാധിത മേഖലയിൽ എത്തിയപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവർത്തിച്ച് പറഞ്ഞ ആ കാര്യവും അത് തന്നെയായിരുന്നു. അതായത് കേന്ദ്ര സഹായത്തിന് വേണ്ടുന്ന രേഖകൾ എന്താണ് എന്ന് നോക്കി കൃത്യമായി എന്തൊക്കെ ഇവിടെ സംഭവിച്ചു എന്നതൊക്കെ വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെ അതിനു വേണ്ടുന്ന വിവരങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള പേപ്പർ വർക്കുകൾ ഉടൻ തന്നെ പൂർത്തീകരിക്കണം, അത് കേന്ദ്രത്തിന് സമർപ്പിക്കണം, സഹായം ഉടൻ തന്നെ അത് പ്രകാരം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയതാണ്. എന്നാൽ അത്തരത്തിൽ കേന്ദ്രത്തിന് നൽകേണ്ടുന്ന രേഖകളിൽ പെടുന്ന മെമ്മോറാണ്ടത്തിലാണ് ഇപ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. ശരിയായ രീതിയിലല്ല മെമ്മോറാണ്ടം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ലഭിക്കേണ്ടുന്ന സഹായത്തിന് പിണറായി സർക്കാരിന്റെ അത്യാഗ്രഹം തന്നെ തടയായി മാറിയിരിക്കുകയാണ്. ഇനി തുടർ നടപടികൾ എന്താണ് എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. എങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ പണം ലഭ്യമാകാനുള്ള ഒരു സാധ്യതയുമില്ല. ചില സഹായങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമായതിനു ശേഷം ആ തുക കൃത്യമായി സർക്കാർ വിനിയോഗിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആ കേരളത്തിന് സമർപ്പിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ നൽകിയ തുക കേന്ദ്രം തിരികെ വാങ്ങിയ ചരിത്രവുമുണ്ട്. അത് ഇനിയും എവിടെയൊക്കെ ആവർത്തിക്കപ്പെടും, അതിനുവേണ്ടിയാണ് ഇവിടുത്തെ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സർക്കാർ സമർപ്പിച്ചിട്ടുള്ള കണക്ക് വിവരങ്ങൾ. എന്തായാലും ഈ നിലവിൽ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന വയനാട് ദുരന്തത്തിൽ സർക്കാരിന് വന്നിരിക്കുന്ന ചിലവ് എന്ന് പറഞ്ഞ് പുറത്തുവിട്ടിരിക്കുന്ന കണക്കിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് സർക്കാരിന്റെ തന്നെ പ്രവർത്തനത്തെയും സർക്കാരിന്റെ വിശ്വാസ്യതയെയും തന്നെ തകർക്കുന്ന രീതിയിലാണ് എന്നതാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുന്നത്.